ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും വളരെയധികം ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലോക്കി എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് 2 തക്കാളി നടുവേ പൊളന്നത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തോരപ്പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിലടിച്ച് എടുക്കാം. അപ്പം നമ്മൾ തോരപ്പരിപ്പ് നേരത്തെ കുതിർത്തത് കൊണ്ട് തന്നെ 2 വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിലേക്ക് പിന്നീട് ഒരു ഏലക്കായ് ചതച്ചതും അതുപോലെ തന്നെ 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കൊടുത്ത് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പച്ചമണം മാറുന്നേരം വഴറ്റുക. അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നല്ലേ, അപ്പോൾ അതിലേക്ക് മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരേക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മുടെ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം, സാമ്പാർ കായമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി കുക്കായതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് കൂടുതൽ സമയം വേവിച്ചെടുക്കാനൊന്നുമില്ല. നമ്മുടെ പൊടികളൊക്കെ ഇതിനൊന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് കൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടവും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പം നമ്മുടെ ലോക്കിയും പരിപ്പും തക്കാളിയും കൂടിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ ബൈ.